ഐഡിയാസ് വെൽക്കം ഐഡിയാസ് സ്റ്റുഡൻസ്. സോ നമ്മളൊരു പുതിയ ലെക്ചറിലേക്ക് കടക്കുകയാണ്. ഈ ലെക്ചറിൽ നമ്മൾ പ്രധാനമായിട്ടും ഇവല്യൂട്ട്സ്, നമ്മൾ ഓൾറെഡി പഠിച്ച സെക്ഷനായ ഇവല്യൂട്ട്സും എൻവലപ്സും ആയി തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ എവല്യൂട്ട് എന്നത് നമ്മൾ ഇഫ് യു കൺസിഡർ എ കർവ്, ഒരു കർവ് കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ ടാൻജൻറ്റ്, അതിൻ്റെ നോർമൽ, ആ നോർമൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നമുക്ക് ഈ കർവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് കിട്ടും. ആ സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സിൻ്റെ കളക്ഷനെ, ഇപ്പോൾ അടുത്തടുത്ത പോയിൻറ്റ്സ്, തൊട്ടടുത്ത പോയിൻറ്റ്സിലുള്ള ടാൻജൻറ്റ് ഇതാണ്. ഓക്കെ, തൊട്ടടുത്ത പോയിൻറ്റ്സിലുള്ള ടാൻജൻറ്റ് ഇതാണ്. ഇങ്ങനെ അടുത്തടുത്ത പോയിൻറ്റ്സ് എടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ ഇതാണ്. ഓക്കെ, ആ നോർമലും നമുക്ക് എന്താണ് ഇങ്ങനെ വരയ്ക്കാം, അതിന് കറസ്പോണ്ടിങ് ആയ ഒരു പോയിൻ്റ് കാണും. സോ ഇങ്ങനെ നമ്മൾ ഈ കേസിൽ അടുത്തടുത്ത പോയിൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ നോർമൽസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ നോർമൽ ആക്ച്വലി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പോകും. സോ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമ്മൾ ഒരു കർവ് എടുക്കുമ്പോൾ ആ കർവിൻ്റെ ഏറ്റവും അടുത്തുള്ള രണ്ട് ടാൻജൻസ് ഓക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ ഈസ് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ. ഓക്കെ, ആ നോർമൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് എപ്പോഴും നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ഒരു കർവ് എടുക്കുമ്പോൾ ആ കർവിൻ്റെ അടുത്തടുത്ത പോയിൻറ്റ്സുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ പോയിൻറ്റ്സിലുള്ള ടാൻജൻസിൻ്റെ നോർമൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സുകൾ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ്. ആ സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് സാധാരണ ഇവല്യൂട്ട്സിൻ്റെ പോയിൻറ്റ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് സാധാരണയായിട്ട് എൻവലപ്പ് ഓഫ് എൻ ആർബിട്രറി കർവ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് കർവ്സിൻ്റെ പോയിൻറ്റ്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കളക്ഷൻ ഓഫ് പോയിൻറ്റ്സ് ആണ്. ഇവിടെ ഒരു ആർബിട്രറി കർവ് എടുക്കുമ്പോൾ അതിൻ്റെ കോൺസിക്യൂട്ടീവായിട്ടുള്ള നോർമൽസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ നോർമൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ പോയിൻ്റ് ആണ്, അല്ലെങ്കിൽ വിച്ച് ഇസ് എ പോയിൻ്റ് ഇൻ ദ എവല്യൂട്ട്. സോ ജനറലി നമ്മൾ ഒരു കർവിൻ്റെ കളക്ഷൻ ഓഫ് നോർമൽസ് കൺസിഡർ ചെയ്താൽ, കളക്ഷൻ ഓഫ് നോർമൽസ് ഓഫ് എ കർവ് കൺസിഡർ ചെയ്താൽ ആ നോർമൽസ്, അടുത്തടുത്ത നോർമൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഓക്കെ കളക്ഷൻ ഓഫ് പോയിൻറ്റ്സ് ഈസ് എ പോയിൻ്റ് ഇൻ ദ എവല്യൂട്ട്. ഇൻ ദ എവല്യൂട്ട്, ദിസ് ഈസ് അവർ ഇൻറ്റ്യൂഷൻ. ഇനി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ എൻവലപ്പ് എന്ന് പറയുന്നത്. സോ വിച്ച് മീൻസ് ഇറ്റ്സ് ആൻ എൻവലപ്പ്. സോ വിച്ച് മീൻസ് ദാറ്റ് നമ്മളൊരു ആർബിട്രറി കർവ് എടുക്കുമ്പോൾ ആ കർവിൻ്റെ നോർമൽസിൻ്റെ എൻവലപ്പ് എന്ന് പറയുന്നത് എവല്യൂട്ടാണ്. ഓക്കെ, ആ കർവിൻ്റെ എവല്യൂട്ട് എന്ന് പറയുന്നത് ആ കർവിൻ്റെ നോർമലിൻ്റെ എൻവലപ്പാണ്. സോ the idea is, which can be proposed as a result, the envelope of the normals of a curve is actually the evolute of the curve. This is the idea. പക്ഷെ നമുക്കിത് ചുമ്മാ തിയററ്റിക്കലായിട്ട് പ്രപ്പോസ് ചെയ്താൽ പോരാ. വി പ്രപ്പോസ്ഡ് എ സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ദിസ്, വി ഹാവ് ടു പ്രൂവ് ദിസ്, വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് ദിസ്. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കോൺസിക്യൂട്ടീവായിട്ടുള്ള രണ്ട് പോയിൻറ്റ്സ് എടുക്കുന്നു കർവിൻ്റെ അകത്തെ. ആ രണ്ട് പോയിൻറ്റ്സിൻ്റെ ടാൻജൻസ് എടുക്കുന്നു. ആ ടാൻജൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ നോർമൽസ് എടുക്കുന്നു. ആ നോർമൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ്, അല്ലെങ്കിൽ ഈ രണ്ട് പോയിൻറ്റ്സും അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ നോർമൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ആ നോർമൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി സെൻറ്റർ ഓഫ് കർവേച്ചർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നതാണ് എവല്യൂട്ടിൻ്റെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആക്ച്വലി സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ പോയിൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വി ഗോട്ട് ദ റിസൾട്ട്. ദാറ്റ്സ് ദ ഐഡിയ. So let's quote our
intuition as a result and try to prove it. So theorem. So the evolute of a curve is the envelope of its normals. The evolute of a curve is the envelope of its normals. So this is the result. So ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് പിയും ക്യൂ എന്ന് പറഞ്ഞ രണ്ട് പോയിൻറ്റ്സിലെ ടാൻജൻസ് കൺസിഡർ ചെയ്തു. കൺസിഡർ 2 points P and Q of a curve. ആ രണ്ട് പോയിൻറ്റ്സിലെ ടാൻജൻറ്റിനെയാണ് നമ്മൾ പി ടി എന്നും എൽ ടി ഡാഷ് എന്നും കൺസിഡർ ചെയ്തത്. പി ടി കോമ ക്യൂ ടി ഡാഷ് ബി the corresponding tangents at that corresponding tangents at those points. ആ പോയിൻറ്റ്സിലുള്ള ടാൻജൻസ് കൺസിഡർ ചെയ്തു. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽസ് ആണ്. ആർ എന്നുള്ളത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. സോ പി ആർ ആൻഡ് ക്യൂ ആർ ദ നോർമൽസ്. പി ആർ ക്യോമ QR are the normals. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് എ പോയിൻ്റ് ഓഫ് ദ എവല്യൂട്ട് ഈസ് ആക്ച്വലി എ പോയിൻ്റ് ഇൻ ദ എൻവലപ്പ്. അല്ലെങ്കിൽ ഈ കർവിൻ്റെ ഈ രണ്ട് കർവിൻ്റെ രണ്ട് പോയിൻറ്റ്സിലുള്ള ടാൻജൻസും നോർമൽസുമാണ് കൺസിഡർ ചെയ്തത്. ഈ രണ്ട് പോയിൻറ്റ്സും അടുത്തടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ പിയും ക്യൂവും അടുത്തടുത്ത് വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ ആ പോയിൻറ്റ്സ് ഈസ് ആക്ച്വലി എ പോയിൻ്റ് ഇൻ ദ എവല്യൂട്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഈ രണ്ട് നോർമൽസും ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള കറസ്പോണ്ടിങ് നോർമലിൻ്റെ ലെങ്ത്ത്, അല്ലെങ്കിൽ ഈ പി ആറിൻ്റെ ലെങ്ത്ത് ഈസ് ആക്ച്വലി ദ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം നമ്മുടെ ഒരു കർവിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് എലോങ് ദ നോർമൽ റേഡിയസ് ഓഫ് കർവേച്ചർ വരെയുള്ള ലെങ്ത്ത് കൺസിഡർ ചെയ്താൽ ഈ ഡിസ്റ്റൻസ് അകലെയുള്ള ഈ പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി എവല്യൂട്ടിൻ്റെ പോയിൻ്റാണ്. സോ ഈ രണ്ട് പിയും ക്യൂവും അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ള കറസ്പോണ്ടിങ് നോർമൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് പിയിൽ നിന്ന് റേഡിയസ് ഓഫ് കർവേച്ചർ അകലെ, അതായത് റോ ഡിസ്റ്റൻസ് അകലെയുള്ളൊരു പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ വി ഗെറ്റ് ദ റിസൾട്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ക്യൂ പിയിലേക്ക് അടുക്കുമ്പോൾ, ഈ കറസ്പോണ്ടിങ് രണ്ട് നോർമൽസ് ഓൾമോസ്റ്റ് സിമിലർ ആകും. ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ആറ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ക്യൂ പിയിലേക്ക് അടുക്കുമ്പോൾ പി ആർ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് കർവേച്ചർ ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ വി ഗെറ്റ് ദ റിസൾട്ട്. ദാറ്റ്സ് ഹൗ വി പ്രൂവ് ദിസ് ഹോൾ തിങ്. അപ്പോൾ അതിനുവേണ്ടി രണ്ട് ടാൻജൻസും രണ്ട് നോർമൽസും കൺസിഡർ ചെയ്തു. രണ്ട് ടാൻജൻസ് തമ്മിലുള്ള ആംഗിളാണ് ലെറ്റ് ഡെൽറ്റ സൈ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ടാൻജൻസ്. ഓക്കെ, സോ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട പാർട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പി ക്യൂ എന്ന് പറഞ്ഞ കർവിൻ്റെ പാർട്ടിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ ഡെൽറ്റ എസ് എന്ന് കൊടുക്കുന്നത്. സോ പി ക്യൂ ദ പാർട്ട് പി ക്യൂ ഓഫ് ദ കർവ് ഓർ കർവ് പി ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ്. കാരണം എസ് ആണ് കർവിൻ്റെ ലെങ്ത് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ പിയും ക്യൂവും തമ്മിൽ കണക്ട് ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യാം. പിയും ക്യൂവും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്താൽ ആ സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്താൽ
നമുക്ക് പി ക്യു ആർ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, സോ ജോയിൻ ചെയ്യുക. ജോയിൻ പി ക്യു, ദ ലൈൻ പി ക്യു. പി ക്യു ജോയിൻ ചെയ്യുമ്പോൾ we get a triangle. So we obtain triangle PQR. ഒപ്പം ഈ ആംഗിൾ ഡെൽറ്റ സൈ ആണെങ്കിൽ ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയിട്ടുള്ള ഈ പി ആർ ക്യു എന്ന് പറഞ്ഞ ആംഗിളും ഡെൽറ്റ സൈ ആയിരിക്കും. ഇത് ഔട്ട്സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ ഔട്ട്സൈഡ് ആംഗിളും ഇൻസൈഡിലെ ഓപ്പോസിറ്റ് ആംഗിളും സെയിം ആയതുകൊണ്ട് we can clearly say that delta psi should be equal to angle PRQ എന്ന് എഴുതാനായിട്ട് സാധിക്കും. Now നമുക്ക് ട്രയാങ്കിൾ പി ക്യു ആർ ഉണ്ട്. നമുക്കൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ എ ബി സി എന്നൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, ദിസ് ഈസ് സി. ഈ ആംഗിളാണ് എ എന്ന് കൊടുത്തിരിക്കുന്നത് സങ്കല്പിക്കുക. ഈ ആംഗിളാണ് ബി, ഈ ആംഗിളാണ് സി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെങ്ത് ആണ് എ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെങ്ത് ആണ് സി, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെങ്ത് ആണ് ബി. ദെൻ ബൈ സൈൻ റൂൾ states that a by sin a is equal to b by sin b is equal to c by sin c. ഇങ്ങനൊരു റിലേഷൻ ഉണ്ട്. ഇതിനെയാണ് സൈൻ ഫോർമുല അല്ലെങ്കിൽ സൈൻ റൂൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈയിങ് സൈൻ റൂൾ ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ അകത്ത് സൈൻ റൂൾ അപ്ലൈ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇതിൻ്റെ അകത്തെ പി ആർ ക്യു എന്ന് പറയുന്ന ആംഗിൾ ഡെൽറ്റ സൈ ആണ്. നമ്മളിവിടെ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോസ് എടുക്കുന്നുള്ളൂ. കാരണം ഈ പി ആർ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും പി ക്യു എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഓൾമോസ്റ്റ് സെയിം ആണ്. സോ നമ്മൾ റേഷ്യോസ് എടുക്കുന്നത് പി ആർ ബൈ പി ക്യു ആണ്. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പി ആറിൻ്റെ ലെങ്ത് ആണ് ക്യു ടെൻസ് ടു പി ആകുമ്പോൾ ഉള്ള പി ആറിൻ്റെ ലെങ്ത് റേഡിയസ് ഓഫ് കർവേച്ചർ റോ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് സൈൻ റൂൾ വെച്ച് ദിസ് ലെങ്ത് പി ആർ ബൈ സൈൻ ഓഫ് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ ആംഗിൾ ആർ ക്യു പി, ആംഗിൾ ആർ ക്യു പി should be equal to PQ, the side PQ by sine of angle PRQ എന്ന് കിട്ടും. PRQ എന്ന് കിട്ടും. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് PR by PQ is equal to sine angle RQP ഡിവൈഡഡ് ബൈ സൈൻ പി ആർ ക്യു എന്ന് പറയുന്ന ആംഗിൾ ഡെൽറ്റ സൈ ആണ്. സൈൻ ഓഫ് ഡെൽറ്റ സൈ എന്ന് നമുക്ക് കിട്ടും. സോ വിച്ച് ഇംപ്ലൈസ് പി ആർ ഇസ് ഈക്വൽ ടു, നമുക്ക് പി ക്യു ഇൻറ്റു എന്ന് എഴുതാം. പി ക്യു എന്ന് വെച്ചാൽ കോഡ് പി ക്യു ആണ്, ലൈൻ സെഗ്മെൻറ്റ് കണക്റ്റിംഗ് പി ആൻഡ് ക്യു. സോ കോഡ് പി ക്യു ഇൻറ്റു സൈൻ ആംഗിൾ ആർ ക്യു പി ഡിവൈഡഡ് ബൈ സൈൻ ഡെൽറ്റ സൈ എന്ന് കിട്ടും. ഇനി നമ്മൾ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. നമ്മൾ ആദ്യം ഇതിനെ ഡെൽറ്റ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡെൽറ്റ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡെൽറ്റ സൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡെൽറ്റ സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഞാൻ സൈൻ ആംഗിൾ ആർ ക്യു പി ആദ്യം എഴുതുന്നു. നമ്മൾ ആദ്യം കോഡ് പി ക്യു ഡിവൈഡഡ് ബൈ ആർക്ക് പി ക്യു.
ആർക്ക് പി ക്യൂ എന്ന് വെച്ചാൽ ഡെൽറ്റ എസ് ആണ്, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അല്ലെങ്കിൽ കർവ് പി ക്യൂ. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്തു, സോ അത് മൾട്ടിപ്ലൈ ചെയ്യണം. ആർക്ക് പി ക്യൂ എന്ന് വെച്ചാൽ ഡെൽറ്റ എസ്. അടുത്തത് ഡെൽറ്റ സൈ ഡിവൈഡ് ചെയ്യുന്നു, ഡെൽറ്റ സൈ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡെൽറ്റ സൈ ബൈ സൈൻ ഡെൽറ്റ സൈ. സോ നമ്മൾ ചെയ്ത അഡ്ജസ്റ്റ്മെൻറ്റ് ഡെൽറ്റ സൈ കൊണ്ട് ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു, ഡെൽറ്റ എസ് വിച്ച് ഇസ് ആർക്ക് പി ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ആറിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് റോ ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി ആറിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് റോ ആണ്, ക്യൂ ടെൻസ് ടു എന്താകുമ്പോൾ പി ആകുമ്പോൾ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ ക്യൂ ടെൻസ് ടു പി ആകുമ്പോൾ ഉള്ള വാല്യൂ കൺസിഡർ ചെയ്യുന്നു. സോ ആസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ആസ് ക്യൂ ടെൻസ് ടു പി. നമ്മൾ ക്യൂ ടെൻസ് ടു പി കൺസിഡർ ചെയ്യുന്നത് അടുത്തടുത്ത പോയിൻറ്റ്സിലെ നോർമൽസിൻ്റെ ഇൻ്റർസെക്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ക്യൂവും പിയും വളരെ അടുത്തടുത്ത് വരുമ്പോൾ ഉള്ള നോർമൽസാണ് നമുക്ക് വേണ്ടത്. ഇനി ക്യൂ പിയിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഈ ടാൻജൻ, ഈ ക്യൂ ടി ഡാഷ് എന്ന് പറഞ്ഞ ടാൻജൻ ഓൾമോസ്റ്റ് ബി സിമിലർ ടു എന്താണ് ഈ പി ടി എന്ന് പറഞ്ഞ ടാൻജൻറ്റുമായിട്ട്. കാരണം ഈ ടാൻജൻറ്റ് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഓൾമോസ്റ്റ് ഈ ടാൻജൻറ്റ് തന്നെയാവും. ഓക്കെ, സോ ക്യൂ ടെൻസ് ടു പി ആകുമ്പോൾ ഈ ടാൻജൻറ്റ് പി ടിയും ടാൻജൻറ്റ് ക്യൂ ടി ഡാഷും ഓൾമോസ്റ്റ് സെയിം ആവും. ഇനി അത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആകുമ്പോൾ ആംഗിൾ ആർ ക്യൂ പിയും ആംഗിൾ ആർ പി ടിയും ഓൾമോസ്റ്റ് സെയിം ആവും. ഓക്കെ, ഇനി ആംഗിൾ ആർ പി ടി എന്ന് പറഞ്ഞ ആംഗിൾ ആക്ച്വലി ഇത് ടാൻജൻ്റ് ആണ്, ഇത് നോർമലാണ്. സോ ടോട്ടൽ ആംഗിൾ ഷുഡ് ബി ഈക്വൽ ടു 90 ഡിഗ്രി. സോ നമുക്ക് ക്യൂ ടെൻസ് ടു പി ആകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒബ്സർവേഷൻ ദിസ് ടാൻജൻറ്റ്, ഈ ടാൻജൻറ്റ് നിങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഈ ടാൻജൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദിസ് ടാൻജൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആംഗിൾ ആർ ക്യൂ പി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ. ആ ആംഗിൾ, അപ്പോൾ ഇത് ക്യൂ ഇങ്ങോട്ട് അടുക്കുമ്പോൾ ആ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ആർ പി ടി ആയിട്ട് മാറും. സോ ആസ് ക്യൂ ടെൻസ് ടു പി ദ ആംഗിൾ ആർ ക്യൂ പി ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ ആർ പി ടി. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു π/2. കാരണം ടാൻജൻസും നോർമൽസും തമ്മിലുള്ള ആംഗിളാണ് വിച്ച് ഈസ് ആക്ച്വലി π/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ക്യൂ ടെൻസ് ടു പി ആകുമ്പോൾ സോ ലിമിറ്റ് ക്യൂ ടെൻസ് ടു പി അല്ലെങ്കിൽ ആസ് ക്യൂ ടെൻസ് ടു പി ആകുമ്പോൾ ഉള്ള പി ആറിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ദിസ് ആംഗിൾ ബിക്കംസ് സൈൻ ഓഫ് ആർ ക്യൂ പി ഷുഡ് ബി ഈക്വൽ ടു സൈൻ ഓഫ് ആർ പി ടി വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ π/2 എന്ന് വരും. ഓക്കെ, ഇനി ഇത് ഇങ്ങോട്ട് അടുക്കുമ്പോൾ ഈ ടോട്ടൽ ഈ കോഡിൻ്റെ ലെങ്ത്തും, അതായത് ഈ ലൈൻസ്, ഈ കോഡ് എന്ന് പറയുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ലെങ്ത്തും ഈ ആർക്കിൻ്റെ ലെങ്ത്തും ഓൾമോസ്റ്റ് സെയിം ആവും. ഓക്കെ, നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. സോ കോഡ് പി ക്യൂവും ആർക്ക് പി ക്യൂവും ഓൾമോസ്റ്റ് സെയിം ആവും ക്യൂ ടെൻസ് ടു പി ആകുമ്പോൾ. സോ കോഡ് പി ക്യൂ ഡിവൈഡഡ് ബൈ ആർക്ക് പി ക്യൂ ഷുഡ് ബി ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ക്യൂ ടെൻസ് ടു പി ആകുമ്പോൾ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ സൈ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ദിസ് ഈസ് ആക്ച്വലി ഡി എസ് ബൈ ഡി സൈ ആസ് ക്യൂ ടെൻസ് ടു പി ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ സൈ. അതായത് ക്യൂ ടെൻസ് ടു പി ആകുമ്പോൾ ഡെൽറ്റ സൈ ടെൻസ് ടു 0 ആകും. ഓക്കെ, എന്നുള്ളതാണ് അത് തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ ക്യൂ ടെൻസ് ടു പി ആകുമ്പോൾ ഡെൽറ്റ സൈ ടെൻസ് ടു 0. സോ ലിമിറ്റ് ക്യൂ ടെൻസ് ടു പി delta s by delta psi should be equal to limit delta psi tends to 0 delta s by delta psi which is equal to ds by d psi. ഇത് നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് പ്രീവിയസ്ലി. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. ഇനി ക്യൂ ടെൻസ് ടു പി ആകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഈ ലൈൻ, അതായത് എൽ ടി ഡാഷ് എന്ന് പറയുന്ന ഈ ലൈൻ വിച്ച് ഈസ് ആക്ച്വലി എ ടാൻജൻറ്റ് അറ്റ് ക്യൂ, ഈ ലൈനും പി ടി എന്ന് പറയുന്ന ലൈനും ഓൾമോസ്റ്റ് സെയിം ആവും. ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആകുമ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ ഡെൽറ്റ സൈ ഓൾമോസ്റ്റ് ടെൻസ് ടു 0 ആവും. സോ ക്യൂ ടെൻസ് ടു പി ആകുമ്പോൾ ഒന്ന് ഈ ആംഗിൾ π/2 ആകും ആൻഡ് ദ ആംഗിൾ ഡെൽറ്റ സൈ ഷുഡ് ബി ടെൻസ് ടു 0 ആകും. ഓക്കെ, അപ്പം ഇതാണ് പ്രധാനമായിട്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അതായത്
എൽ ടി ഡാഷ് എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് ഓൾമോസ്റ്റ് ടെൻസ് ടു എന്തായിരിക്കും, പി ടി എന്ന് പറയുന്ന ടാൻജൻ്റായി മാറുന്നതാണ് ഇതിൻ്റെയൊക്കെ കാരണം. സോ ക്യൂ ടെൻസ് ടു പി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഡെൽറ്റ സൈ ബൈ സൈൻ ഡെൽറ്റ സൈ എന്ന് വെച്ചാൽ ആക്ച്വലി ഡെൽറ്റ സൈ ടെൻസ് ടു 0 വിച്ച് ഇംപ്ലൈസ് എന്താണ്, ലിമിറ്റ് ഡെൽറ്റ സൈ ടെൻസ് ടു 0 ഡെൽറ്റ സൈ ബൈ സൈൻ ഡെൽറ്റ സൈ ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. വിച്ച് ഇംപ്ലൈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ സൈൻ എക്സ് ഷുഡ് ഓൾവേസ് ഈക്വൽ ടു 1. കാരണം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ച ആക്ച്വൽ മീനിങ് എക്സ് 0 എടുക്കുമ്പോൾ സൈൻ എക്സിൻ്റെ വാല്യൂവും എക്സിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് സെയിം ആണ്, എങ്കിൽ മാത്രമേ റേഷ്യോ 1 ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ് 0 എടുക്കുമ്പോൾ സൈൻ എക്സ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു എക്സ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. എക്സ് 0 എടുക്കുമ്പോൾ സൈൻ എക്സും എക്സും ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് എക്സ് ബൈ സൈൻ എക്സിൻ്റെയും സൈൻ എക്സ് ബൈ എക്സിൻ്റെയും വാല്യൂ സെയിം ആണ്. സോ ഇവിടെ എക്സിന് പകരം ഡെൽറ്റ സൈ എന്നാണ് എടുത്തത്. സോ ഡെൽറ്റ സൈ ടെൻസ് ടു 0 ഡെൽറ്റ സൈ ബൈ സൈൻ ഡെൽറ്റ സൈ ഷുഡ് ബി ഈക്വൽ ടു നമുക്ക് 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ സൈൻ എക്സിനെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ സൈൻ എക്സ് ബൈ എക്സ് എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, സോ വിച്ച് ഷുഡ് ബി ഈക്വൽ ടു 1 ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. സൈൻ എക്സ് ബൈ എക്സിൻ്റെ ലിമിറ്റ് 1 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. Okay, so this is actually the same. So delta psi tends to 0, delta psi by sin delta psi should be equal to 1. So നമുക്ക് അതിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ the answer is actually limit q tends to p, pr should be equal to sin pi by 2 is actually 1 into ds by d psi into 1. So which is equal to ds by d psi എന്ന് കിട്ടും. ഇനി നമുക്കറിയാം നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച് ഡി എസ് ബൈ ഡി സൈ ഈസ് ആക്ച്വലി ഈക്വൽ ടു റോ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് പി ആർ എന്ന് പറയുന്നത്, അതായത് ക്യൂ ടെൻസ് ടു പി ആകുമ്പോൾ അതിൻ്റെ നോർമൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് is at a distance rho from the curve. Okay, ആ പോയിന്റ് എന്താണ്, സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്, വിച്ച് മീൻസ് ദ പോയിന്റ് ഈസ് ആക്ച്വലി സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, അതായത് നമ്മൾ ഏത് രണ്ട് നോർമൽസ് എടുത്താലും ആ നോർമൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കളക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സിൻ്റെ കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ്. സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സിൻ്റെ കളക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് വെച്ചാൽ ഈസ് ആക്ച്വലി എവല്യൂട്ട്. ഓക്കെ, ഇനി നോർമൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കളക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, എൻവലപ്പാണ്. വിച്ച് മീൻസ് എന്താണ്, എൻവലപ്പ് ഈസ് ആക്ച്വലി envelope of the normals is actually evolute. കാരണം നോർമൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് കർവിൽ നിന്ന് റോ ഡിസ്റ്റൻസ് അകലെയാണെന്ന് കിട്ടി. നോർമൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കളക്ഷൻ ഓഫ് പോയിന്റ്സിനെയാണ് നമ്മൾ എൻവലപ്പ് എന്ന് വിളിച്ചത്. ഇനി ഇത് റോ ഡിസ്റ്റൻസ് അകലെയാണെങ്കിൽ ആ പോയിന്റ് എന്താണ്, സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. അപ്പോൾ നോർമൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കളക്ഷൻ ഓഫ് പോയിന്റ്സ് എന്താണ്, സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സിൻ്റെ കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ്. സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സിൻ്റെ കളക്ഷൻ ഓഫ് പോയിന്റ്സ് എന്താണ്, എവല്യൂട്ട് ആണ്. സോ എൻവലപ്പ് ഓഫ് ദ നോർമൽസ് ഈസ് ആക്ച്വലി എവല്യൂട്ട്. സോ ദിസ് ഈസ് ദ തിയറം.